അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം NSSും പെട്ടിരിക്കുകയാണ്. NSS ആണ്, നായർ സർവീസ് സൊസൈറ്റിയാണ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രധാന കക്ഷി. ശബരിമലയിൽ 10നും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളെ കയറ്റാം എന്ന് 2018 സെപ്റ്റംബറിൽ വിധി വന്നപ്പോൾ ആ വിധിക്കെതിരെ വലിയ ശബ്ദമുയർത്തുകയും ഗവൺമെൻറ്റിനെതിരെ തന്നെ വലിയ ബഹളമുണ്ടാക്കുകയും ചെയ്ത ആളാണ് സുകുമാരൻ നായർ, NSS ചങ്ങനാശ്ശേരി. എന്നാൽ പിണറായി വിജയൻ കുറച്ച് പിറകിലോട്ട് പോയി. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ 19 സീറ്റായിപ്പോയി. ആലപ്പുഴയിൽ ആരിഫ് ഒഴിച്ച് 19 പേരും തോറ്റുപോയി. അങ്ങനെ വന്നപ്പോൾ വളരെ വലിയ ഒരു പുനർവിചിന്തനം CPMനുണ്ടായി. അവർ വീട് വീടാന്തരം കയറി ഇറങ്ങി, അയ്യപ്പൻ്റെ കൂടെയാണ് ഞങ്ങൾ, അയ്യപ്പനാണ് ഞങ്ങളുടെ എല്ലാം, അയ്യപ്പനിൽ ഒഴിച്ചിട്ട് വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സാഷ്ടാംഗ പ്രണാമം നടത്തി അവർ വീണ്ടും അധികാരത്തിൽ വന്നു. അതിന് കിറ്റ് കൊടുക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ വന്നു. പ്രളയമൊക്കെ വന്നപ്പോൾ, കോവിഡൊക്കെ വന്നപ്പോൾ അതിന് പിണറായിക്ക് ഒരു രക്ഷകൻ്റെ റോളെല്ലാം കിട്ടി 2ാം സ്ഥാനത്ത് വന്നു. രണ്ടാമതും അധികാരത്തിൽ വന്നു. പക്ഷേ മൂന്നാമത് ഇപ്പോൾ അധികാരത്തിൽ വരാൻ ഒരു പ്രളയവും ഇല്ല, ഒരു കോവിഡുമില്ല, അങ്ങനെ ഒരു രക്ഷകനാകാൻ ഒരു അവസരവുമില്ല. അപ്പോൾ പിന്നെ എന്താണ് പിണറായി വിജയൻ തോന്നി? PR വർക്കാണ്. ഇപ്പോൾ വിഷൻ 2031 എന്ന് പറഞ്ഞിട്ട് അതും ഒരു PR വർക്കാണ്. ചുമ്മാ ചാപ്പാടടി ഇങ്ങനെ നേരം വെളുത്ത ഇരുട്ടുന്നത് വരെ ഫ്ലെക്സ് അടിച്ച് ചാപ്പാടടിക്കുക എന്നുള്ളത്. ലോക കേരള സഭ അത് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നത് 8 കോടി രൂപയാണ് തിന്നു മുടിച്ചത്. എന്തെങ്കിലും ഒരു 5 പൈസയുടെ ഗുണം ഈ സ്റ്റേറ്റിനുണ്ടായോ? ഒരു ഗുണമില്ല. അതിപ്പോൾ നാളെ നമുക്ക് ആലോചിക്കാവുന്നൊരു വിഷയമാണ്. അപ്പോൾ വളരെ ഗൗരവമായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് NSSൻ്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ സുകുമാരൻ നായർ ഇന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ശബരിമലയിൽ അപ്പോഴും ഗവൺമെൻറ്റിനെ ന്യായീകരിക്കുകയാണ്. പിണറായിയെ പിറകെ നിന്ന് തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്, ഉന്തുകയാണ്. ഒരു കാരണവശാലും നടക്കത്തില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാട് NSSും എടുക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ പിണറായി വിജയനും എടുക്കേണ്ടതുണ്ട്. സുപ്രീം കോടതിയിൽ സൂര്യകാന്ത് എന്ന് പറയുന്ന നേരത്തെ 5 അംഗ ബെഞ്ചിലുണ്ടായിരുന്ന സൂര്യകാന്ത് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട്. അദ്ദേഹം അന്ന് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞ ഉത്തരവിട്ടൊരു ജഡ്ജിയാണ്. അതേസമയം അവിടെ അന്ന് മൽഹോത്ര എന്ന് പറയുന്ന ഒരു വനിത മാത്രമാണ് അന്ന് തിരിഞ്ഞ് പറഞ്ഞത്, ഒരു തിരിച്ചൊരു നോട്ട് പറഞ്ഞത്, ഡിസൻ നോട്ട് പറഞ്ഞത്. അതായത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ പാടില്ല എന്നുള്ള നോട്ട് ഇട്ടത് കയറ്റാമെന്നുള്ള നോട്ട് എഴുതിയിട്ടുള്ള അഭിപ്രായമുള്ള ജഡ്ജാണ് നാളെ വാദം കേൾക്കുന്നത്. നാളെ 3 ജഡ്ജാണ് വാദം കേൾക്കുന്നത്. 3 ജഡ്ജ് വാദം കേട്ട് കഴിഞ്ഞാൽ ഇനി 9 ജഡ്ജിയുള്ള കമ്മിറ്റി, ജസ്റ്റിസുമാരുള്ള കമ്മിറ്റി ഇത് കേൾക്കുമെന്നാണ് പറയുന്നത്, ഒരു പാനൽ കേൾക്കുമെന്നാണ് പറയുന്നത്. അവിടെ NSS എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് മാത്രമല്ല, അതിനേക്കാൾ പ്രധാനം, കേരള സർക്കാർ നാളിതുവരെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന നിലപാടാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതേ നിലപാട് തന്നെ സുപ്രീം കോടതിയിൽ അഫ്ഡവിറ്റായി കേരള സർക്കാർ വീണ്ടും അതിൽ ഉറച്ചു നിന്നാൽ, കാരണം സ്വാഭാവികമായിട്ട് കോടതി ചോദിക്കുമല്ലേ, എന്താണ് കേരള സർക്കാരിൻ്റെ റോള് അല്ലെങ്കിൽ ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞു നിന്നാൽ NSS എന്ത് ചെയ്യും? ശക്തമായി സമരം ചെയ്യുമോ? അതോ ഞങ്ങൾ വിജയരാഘവൻ പറയുന്ന പോലെ ഞങ്ങൾ വിശ്വാസികളോടൊപ്പവുമാണ്, ഭരണഘടനയോടൊപ്പമാണ്, നിയമത്തിനൊപ്പവുമാണ് എന്ന് പറഞ്ഞാൽ 2 വള്ളത്തിലും കാല് വയ്ക്കുമ്പം കാല് കീറിപ്പോകും. വിജയരാഘവൻ സാറെ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാല് വയ്ക്കുക. ഒന്നുകിൽ സ്ത്രീകളെ കയറ്റണം, അല്ലെങ്കിൽ സ്ത്രീകളെ കയറ്റണ്ട. അത് NSSനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ കയറ്റാൻ പറ്റില്ല, വനിതകളെ അതിനകത്ത് കയറ്റാൻ 10നും 50 വയസ്സിനിടയ്ക്കുള്ള വനിതകളെ ശബരിമലയിൽ ആചാരത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കയറ്റാൻ പറ്റില്ല എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്, സുകുമാരൻ നായർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം വളരെ പ്രധാനമാണ്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഒരു വെട്ടിൽ ചെന്ന് വീണിരിക്കുകയാണ്. എന്താണ് വെട്ടെന്ന് പറഞ്ഞാൽ, സ്ത്രീകളെ കയറ്റാം എന്നൊരു അഫ്ഡവിറ്റാണ് കൊടുക്കുന്നതെങ്കിൽ വിശ്വാസികളെയൊക്കെ സൂചിപ്പിക്കും, NSSനെയൊക്കെ സൂചിപ്പിക്കും, SNDPയൊക്കെ സൂചിപ്പിക്കും, കുറേ വോട്ടെല്ലാം കിട്ടും. പക്ഷേ അപ്പോഴും ഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, തീവ്ര ഇടതുപക്ഷക്കാർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന സംഘം, അങ്ങനെയുള്ള ഇടതുപക്ഷക്കാർ വോട്ട് ചെയ്യില്ല. വലിയ നഷ്ടം വരും. ഇന്നലകളിൽ നിന്ന് മലക്കം മറിഞ്ഞ് പുതിയ തത്വശാസ്ത്രത്തിലേക്ക് പോയി എന്ത് പറയും എന്നറിയാൻ വയ്യാതെ CPM ഇങ്ങനെ വെട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് വോട്ട് കുറയും. തിരിച്ച് കയറ്റണ്ട എന്നാണ് നിലപാട് ഒന്നുകൂടി എടുത്താൽ NSS എന്ത് ചെയ്യും? SNDP ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കാറിൽ കയറി എന്ത് ചെയ്യും? കാറിൽ ഇരിക്കുകയല്ലേ, ഇറങ്ങിപ്പോവില്ലേ? NSSൻ്റെ പെരുന്നയിൽ നിന്ന് പുതിയ ഉത്തരവ് വരത്തില്ലേ പിണറായിക്കെതിരെ വോട്ട് ചെയ്യാൻ? അപ്പോൾ വലിയ വെട്ടിലാണ് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും പെരുന്ന സുകുമാരൻ നായരും എല്ലാം കൂടി ചെന്നുപെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഒരു കേസ് ഒന്ന് ലിസ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നാളെയാണ് ആദ്യത്തെ കേസ് കേൾക്കുന്നത്. അത് കഴിഞ്ഞാൽ 9 അംഗ ബെഞ്ച് കേസ് കേൾക്കും. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം 2018-2020 8 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും
അയ്യപ്പൻ്റെ വിഷയം രംഗത്ത് വരുന്നു. എന്തായാലും അയ്യപ്പൻ ഒരുങ്ങിത്തന്നെയാണ് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ പിന്നെ കൊള്ള നടന്നു, അതിനുശേഷം അയ്യപ്പ സംഗമം നടന്നു. അത് മറ്റൊരു കൊള്ളയായിരുന്നു. ആദ്യത്തേത് കൊള്ളയായിരുന്നു, രണ്ടാമത് തീവട്ടി കൊള്ളയായിരുന്നു. ആ എല്ലാ കൊള്ളകളെയും വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ട് സുപ്രീം കോടതി വിഷയം കൂടി ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല പുകയായിരിക്കും, നല്ല രസകരമായിരിക്കും ശബരിമലയുടെ കാര്യം. ഇതിനെ അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് പിണറായി വിജയന് തലകുത്തി നിന്നാലും മനസ്സിലാവില്ല. PR വർക്ക് കൊണ്ട് തീരില്ല. ഉള്ള ബസ്സുകളിലും ആട്ടോകളിലും സകല സ്ഥലത്തും ഫ്ലെക്സ് ഒട്ടിക്കുന്നു. പിന്നെ അതിദരിദ്ര ദാരിദ്ര്യം പാവപ്പെട്ടവരില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഫ്ലെക്സ് ഒട്ടിക്കുന്നു. വിഷൻ 2031 എന്ന് പറഞ്ഞ് അസംബ്ലി മണ്ഡലത്തിൽ വെച്ച് ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് നല്ല അടിപൊളി ചാപ്പാടും പരിപാടികളും വയ്ക്കുന്നു. 18 സെക്ഷൻ എന്ന് പറയുന്നു. ഇതിനിടയിൽ പഠന കോൺഗ്രസ് എന്ന് പറഞ്ഞ് AKG സെൻറ്ററിൽ വെച്ച് പരിപാടി നടക്കുന്നു. ചുരുക്കത്തിൽ ശാപ്പാടുകളുടെയും PR വർക്കിൻ്റെയും മാസങ്ങളാണ് വരുന്നത്. ആ വരുന്നതിൽ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും എന്തൊക്കെ PR വർക്ക് ചെയ്താലും അതിനെയെല്ലാം മലർത്തിയടിക്കുന്ന ഒരു വിഷയമായി വിശ്വാസ വിഷയം കയറി വരും. കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. എത്ര രാഷ്ട്രീയം പറഞ്ഞു കയറി വന്നാലും അതിനിടയ്ക്കുള്ളിൽ രാമക്ഷേത്രം വരും, അയോധ്യ വരും, ഇതുപോലത്തെ കാര്യങ്ങൾ കയറി വരും. ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം ഇതാ കയറി വന്നിരിക്കുന്നു, ശബരിമല. തീർച്ചയായിട്ടും ഈ ശബരിമല വിഷയത്തിൽ NSSൻ്റെ മലക്കം മറിച്ചിൽ ഉണ്ടാകുമോ, NSSൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. അങ്ങനെ പൊതുസമൂഹത്തിന് NSSൻ്റെ നിലപാട് അറിയണമെന്ന് പറയുമ്പോൾ തന്നെ കേരള സർക്കാർ എടുക്കുന്ന നിലപാടിനോടുള്ള NSSൻ്റെ നിലപാട് എന്താണ്, അല്ലെങ്കിൽ NSSൻ്റെ സമീപനം എന്താണ് എന്നുള്ളതും വളരെ ഗൗരവതരമായ ഒരു വിഷയമായി നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സുകുമാര നായർ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തിലാണ് ചാനലുകളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പത്രങ്ങളും എല്ലാവരും പൊതുസമൂഹവും കാത്തിരിക്കുന്നത്. പെരുന്നയിൽ നിന്ന് എന്ത് വിശേഷമാണ് ശബരിമല വിഷയത്തിൽ പുറത്തു വരാൻ പോകുന്നത്? അത് കേരള സർക്കാരിൻ്റെ തീരുമാനങ്ങളോട് യോജിച്ചതായിരിക്കുമോ, അല്ല ഇതിനോട് യോജിക്കാത്ത NSSനോട് യോജിക്കാത്തൊരു തീരുമാനം ഗവൺമെൻറ് എടുത്താൽ ഗവൺമെൻറ്റിനെതിരെ ശക്തമായി രംഗത്ത് വരുമോ എന്നുള്ള വലിയ ഒരു കുടുക്കിലാണ് NSSും ചെന്നുപെട്ടിരിക്കുന്നത്. സർക്കാർ ഇതൊരിക്കലും അവർ രണ്ടു കൂട്ടരും പ്രതീക്ഷിച്ചതല്ല. 2 മാസമെങ്കിലും അത് മാറ്റിവെച്ചെങ്കിൽ രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോൾ എന്തായാലും അഫിഡവിറ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. എന്തെഴുതി കൊടുക്കുമെന്നറിയാതെ വട്ടം കറങ്ങി നിൽക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാരും CPMഉം.